നമ്മുടെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടോ. അപ്പോൾ നല്ല കോമഡി, ഇന്നലെ വീഡിയോ എടുത്തതിന് ഫുള്ള് കോമഡി ആയിരുന്നു. ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. പൊറോട്ട എന്ന് പറഞ്ഞാൽ ഫുള്ള് എണ്ണക്കളിയല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്റ്റാൻഡും ഇല്ല, എടുക്കാൻ ആളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കൈ ഫുള്ള് എണ്ണ ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല കോമഡിയാണ്. കുഴച്ച് മേലൊക്കെ വേദനയാണ്. അപ്പോൾ ഞാൻ എന്താക്കി, ഇന്നലത്തെ തന്നെ ഇത് മാവ് കുറച്ച് ബാക്കിയുള്ള അതിനടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാത്രിക്കൊക്കെ അതാക്കാന്ന് വിചാരിച്ചു. രാവിലെ ഉണ്ടാക്കാൻ സമയം കിട്ടില്ല, കാരണം എണ്ണയും കൊണ്ട് പരത്തി നല്ല ടൈം എടുക്കും. അബീഷലും അടിക്കലൊന്നും ഇല്ല കേട്ടോ, ചോറും മൈദയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ യൂട്യൂബ് പരീക്ഷണമാണ്. യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ആക്കി വെക്കാം. അപ്പോൾ മാവ് ബാക്കിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചത്. സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് ഇന്നെങ്ങനെ വീഡിയോ എടുക്കാൻ നൽകുമ്പോൾ പുതിയ സ്റ്റാൻഡ് കണ്ടുപിടിച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ഗ്ലാസ്സൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് കപ്പ് തൂക്കിങ്ങനെ സ്റ്റാൻഡാട്ടോ. ഇതിനകത്ത് ഇങ്ങനെ കയറ്റി വെച്ചാൽ കറക്റ്റ് എനിക്ക് ഇവിടെ പരത്തുന്നതും ചുടുന്നതൊക്കെ കാണാം. അപ്പം ഞാനിത് ഓയിലും ഇതും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മാവ്. ഇത് ഞാൻ ബാക്കിയുള്ള മാവൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചതേനു. അപ്പോൾ ഇത് ഒന്നിനുള്ളതാണ് കേട്ടോ, അങ്ങനെ ആക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് ഫുള്ള് ചുട്ട് കഴിഞ്ഞാൽ പിന്നെ പഴയത് കഴിക്കേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കി വെച്ചതാട്ടോ. അപ്പോൾ ഞാനിത് പരത്തുന്ന ചുടുന്നത് കാണിച്ചത്. ഇന്നലെ ഞാനിത് കുഴച്ചത് എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് എന്തോ വന്ന ലേശം ടൈറ്റായിപ്പോയി. അതിലിങ്ങ് മല്ലിട്ടിട്ട് മേലൊക്കെ ഫുള്ള് വേദനയാണ്. അപ്പോൾ ആരും അടിച്ച പോലെ കണ്ട് വേദന. പൊറാട്ട ഇടുന്നതൊക്കെ സമ്മതിക്കണം. അപ്പം നമുക്കിത് ചുട്ടിട്ട് വരാം കേട്ടോ. ചുട്ടുകൊണ്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, ഇതിങ്ങനെ എണ്ണയിൽ ഇതാക്കിയിട്ട് വേണം പരത്താൻ. ഭയങ്കര പാടാട്ടോ. എണ്ണയിൽ പൊടിയാണെങ്കിൽ വേഗം പരന്ന് കിട്ടും. ഇത് പരക്കാൻ കുറച്ച് പാടാണ്. മാവെന്തിനാ? എന്റെ അപ്പു ഉണ്ടാക്കാൻ. എന്താ അപ്പു? തട്ടല്ലേ? അപ്പത്തെ കൂടെ കേട്ടോ. എന്താ അപ്പു? പൂച്ചാപ്പട്ടിന്റെ അപ്പു. പൂച്ചാപ്പട്ടിന്റെ അപ്പു? അപ്പുവാണ്. ഹലോ ഗായ്സ്, അന്ന് വന്നിട്ടുണ്ട് ഗായ്സ്. ഹലോ ഗായ്സ്, ഞങ്ങൾ പൊറാട്ട ഉണ്ടാക്കാണ് ഗായ്സ്. ഞങ്ങൾ പൊറാട്ട കുച്ച ഉണ്ടാക്കാൻ പോവാണ്. ഡാൻസ് പഠിച്ചോ? എങ്ങനത്തെ ഡാൻസാ? ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല കേട്ടോ. വട്ടത്ത് പറഞ്ഞോട്ടോ. ആദ്യല്ലേ സെക്കൻഡ് വട്ടം പറഞ്ഞിട്ട് വട്ടം ബാക്കി ഇങ്ങനത്തെ പറഞ്ഞോണ്ടിരിക്ക. ആണോ? രണ്ടാട്ടം മതി വട്ടം വയ്ക്കാൻ. പിന്നെ മൂന്നാട്ടം വട്ടം പറിക്കാൻ മതി. നല്ല കളിക്കോ? ഞാനും ട്രോഫി വാങ്ങിട്ട് വരുമോ? ട്രോഫി ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടണം. ഇങ്ങനെ പരത്തണം. ഇവിടെ വെക്കണം. എന്നിട്ട് കുട്ടിയൊക്കെ എണ്ണ വേണ്ട, കുട്ടിയൊക്കെ എണ്ണ എല്ലാം റെഡിയായി. ഇതിങ്ങനെ ആക്കുമ്പോൾ ഇത് കൂടെ പോകും, ഇങ്ങനെ പോകും. നമ്മളിങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ 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 ആക്കണം. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വെക്കണം. ഇങ്ങനെ നീളത്തെ പറ്റിയേക്കാം. അങ്ങനെ
ഒന്നും ചെയ്യാനില്ല എല്ലാ സാധനം വേണം. ഈ സാധനം തന്നപ്പോ ഞാൻ ഒന്ന് കൊണ്ട് വരുത്തുക. ഇനി കൈ കൊണ്ട് വരട്ടിയത് കുട്ടികൾക്ക് കൈ മതി. എന്നാലും അങ്ങനെ ആവില്ല. എന്നാലും അങ്ങനെ ആവില്ല. ആവും. എപ്പോ കാണിച്ചാ അതൊക്കെ ആവും. ഇനി നോക്കി നോക്ക്. ഇനി കൈ കൊണ്ട് വരട്ടി നോക്ക്. ആവില്ല. ഇങ്ങനെ 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 ചുരുട്ടണം. ഇതാട്ടോ ഗൈസ്, ഇങ്ങനെ ഇങ്ങനെ ചുറ്റിയെടുക്കണം കേട്ടോ. സെറ്റല്ലേ? ഇപ്പൊ പഠിച്ചു. ചുറ്റിയൊക്കെ അതൊക്കെ പറഞ്ഞൊക്കെ വരുന്നത് നമ്മൾ പൊറോട്ട മേക്കൊക്കെ നല്ലല്ലോ. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, ക്യാമറയുടെ പുറകിൽ ഇരുന്നിട്ട് വർത്താനം പറയുന്നുണ്ട്. ക്യാമറ തിരിച്ച് കാണിച്ചു തരാം. കയ്യിൽ എണ്ണ ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാത്തത്. ഇനി ഇങ്ങോട്ടേക്ക് ഓനെ കൊണ്ട് നിർത്തിയാൽ ഇപ്പൊ മേത്തൊക്കെ എണ്ണയാവും ചെയ്യും. ക്യാമറ ഒക്കെ തട്ടി മറിക്കും. ഇപ്പൊ പണിയാക്കും. കാര്യമാരൊക്കെ അയ്യോ അയ്യോ കഷ്ടപ്പാടും കൂടി. അതിന്റെ മറ്റേ പാട്ടുകൾ ഇന്നലെ പാടിയ കുഞ്ഞാപ്പ പാട്ടുകൾ. കൊമ്പത്ത് സൈല കുഞ്ഞപ്പൂ കുഞ്ഞപ്പൂ കുഞ്ഞപ്പൂ. മറ്റേ പാട്ടുകൾ വേറൊരു പാട്ട് ഇന്നലെ മുന്നിൽ ഒരു പാട്ട് പഠിത്തത്, മറ്റേ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പാട്ട് പഠിത്തത്. ഇവന്റെ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പറ്റിയ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ലിറിക്സ് ഒക്കെ തെറ്റിയിരിക്കും, എന്നാലും മ്യൂസിക് കറക്റ്റാ. വേറെ ഏതാ? അത് പാടും. ഇപ്പൊ പാടില്ല. സൂര്യനും ഇങ്ങനെ പാടില്ല. ലിറിക്സ് ഒന്നും പറഞ്ഞു അല്ലൊന്ന് പറഞ്ഞോ. ഇപ്പൊ പാടില്ല. എന്താ? ഞാനില്ല, കൊച്ചി പാടിക്കോളാം. കുറച്ച് കഴിഞ്ഞിട്ടോ? ഇപ്പൊ പാടിക്കൊണ്ടോ? ഇപ്പൊ പാടില്ല. എന്താ അപ്പൊ ഗായ്സ്, വീഡിയോ എടുത്തുകൊണ്ട് നോക്കുമ്പോ ഇത് പരത്തിക്കൊണ്ട് നോക്കുമ്പോ ക്യാമറ ഓഫ് ആയി പോയി. കയ്യിലുണ്ടായതുകൊണ്ട് ഇത് ബാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റോപ്പ് ആക്കി വെച്ചപ്പോൾ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാട്ടോ, ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നിതാ പരത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓട്ടയും ഷേപ്പൊന്നും ആരും നോക്കണ്ട, വലിയ പ്രോ ഒന്നും അല്ലല്ലോ. ഇനി ഇങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഉപ്പ ഉണ്ടാക്കുന്ന ഞാൻ ഒരു വട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് പഠിച്ചതാണ്. പിന്നെ യൂട്യൂബ് നോക്കി ഇങ്ങനെ ആക്കി മേലെ എണ്ണയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ പരത്തിയിട്ടുണ്ട് ചൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രോ കുക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതെന്താക്കുക, എൻ്റെ മാവ് എടുത്ത് വന്നിട്ട് ഇതെന്താ എന്നെ ഉണ്ടാക്കുന്നത്? ഇതെന്താ ഉണ്ടാക്കുന്നത്? മിക്സർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതെന്താ ഉണ്ടാക്കുന്നത്? ചക്ക ഓട്ടടഞ്ഞു പോയോ വായൻ്റെ? വായൻ്റെ ഓട്ട അടഞ്ഞു പോയോ? ഇതെന്തിനാ നാക്ക് പുറത്ത് കിട്ടുക? എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കണം. അതായത് ശ്രദ്ധ ഫുൾ അതിനകത്താണ്. അത് വിളിച്ചിട്ടൊന്നും ഉണ്ടാത്തത്. ഇതെന്താ പാമ്പോ മണ്ണേരയോ? അങ്ങനെ മറ്റേ പച്ചത്തുള്ളനാറ്റാ പറഞ്ഞിട്ട് മാവ് എടുത്തിട്ട് എന്തോ സാധനം ഉണ്ടാക്കിയിട്ട് പാമ്പുണ്ടാക്കിയ എന്തോന്ന് ഉണ്ടാക്കി ചട്ടിയിൽ വെച്ച് പൊരിക്കുന്നുണ്ട്. എന്തോ സാധനം. അപ്പോൾ അതിൻ്റെതൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഓരോന്നോരോന്ന് പരത്തി വെച്ചിട്ട് ഓരോന്ന് ചുട്ടെടുക്കാം. ഓക്കേ ഇല്ലന്നോ? ചുട്ട് തിന്നണമല്ലേ? ചുട്ടിട്ട് വരാം. അത് കല്ലിൽ എണ്ണ ആക്കിയിട്ട് പിന്നെ ഇത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ പിന്നെ എണ്ണ ആക്കണം കേട്ടോ. നല്ല എണ്ണയിൽ വേണം ഇത് വേവാൻ. കല്ല് നല്ല ചൂടാണ്. ഇതിൻ്റെ ഓട്ടയൊന്നും നോക്കണ്ട. ഞാൻ എൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതിൽ ഓട്ടയല്ല, ചിലപ്പോൾ മാലി ആയിട്ടുണ്ടാവും. പക്ഷെ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ നല്ല നന്നാവുന്നൊന്നും വിചാരിച്ചില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്? ചോറും മൈദയും കൊണ്ടാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അടിക്കും ഇതാക്കൊന്നും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ജാറിലിട്ടിട്ട് ഇത് അരച്ച് കുഴക്കുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു തരാം വിശദമായിട്ട്. കണ്ടോ ലുക്ക്? ഈ ഒരു കളറ് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെഡ് കളറിൻ്റെ ആ ഒരു ഇത് ചെറിയൊരു മൊരിഞ്ഞ കളറ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തിരി പഞ്ചസാരയൊക്കെ കൂട്ടുന്നുണ്ട്.
നല്ല പൊന്തി വരികയൊക്കെ ചെയ്യും. നല്ല ഭൂരിയൊക്കെ പൊന്തും പോലെ നല്ല പൊന്തി വരികയൊക്കെ ചെയ്തു. ഫസ്റ്റത്തത് ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റത്തത് ഒരുമാതിരി ഒരു ഉണങ്ങി പിടിച്ച പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മളെ പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചത് കേട്ടോ. ആദ്യം ചുട്ടത് കണ്ടിട്ട് ആരും ഒന്നും ഇതാക്കണ്ട. പിന്നത്തൊക്കെ റെഡി ആയിട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. നമ്മുടെ പൊറോട്ട റെഡി ഗൈസ്. ഇത് ശരിക്കും ആ പൊറോട്ടേൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. മുറിച്ച് കാണിച്ചത് കേട്ടോ. നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് കേട്ടോ അത്. ഞാൻ ഉണ്ടാക്കേണ്ട അറിയില്ല. അടിപൊളിയാണ്. ഇത് കഴിക്കണം ഇനിയിപ്പോൾ. അപ്പോൾ ഗായ്സ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ യൂട്യൂബ് കണ്ട് ഉണ്ടാക്കിയതാണ്. ആദ്യം തന്നെ പറയാം. ഒരു 3 കപ്പ് ചോറിന് 4 കപ്പ് മൈദ. അതങ്ങനെ ഞാൻ എടുത്തപ്പോൾ 2 കപ്പാണെങ്കിൽ 3 കപ്പ് മൈദ അങ്ങനെ എടുക്കുക. അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇടുക. കുറച്ച് പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടതുപോലെ മറ്റേ ലേശം ആ ഒരു ഓറഞ്ച് കളറും ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അത് ഇട്ടിട്ട് എന്താക്കുക, നമ്മൾ മിക്സീൻ്റെ ജാറിൽ നല്ലോണം മിക്സ് ആക്കിയ ശേഷം മിക്സീൻ്റെ ജാറിൽ നല്ലോണം എണ്ണ തേച്ചിട്ട് അതിനകത്ത് കുറച്ചീശെ ഇട്ടിട്ട് അടിച്ചെടുക്കുക. ഓരോ തവണ ഇടുമ്പോഴും നമ്മൾ എണ്ണ തേക്കണം കേട്ടോ. എന്നാൽ നല്ല മാവ് കുഴഞ്ഞ് കിട്ടും. എന്നിട്ട് പിന്നെ നിലത്തിട്ട് നല്ലോണം ചാമ്പി കുഴച്ചിട്ട് ഇനിയിപ്പോൾ അഥവാ ടൈറ്റ് ആണെങ്കിൽ ലേശം വെള്ളം കൂട്ടി നല്ല ചാമ്പി കുഴച്ച് ലൂസാക്കിയിട്ട് ഒരു അരമണിക്കൂർ 20 മിനിറ്റ് എണ്ണ തേച്ച് ഒരു പാത്രത്തിൽ അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിട്ട് സാധാ പൊറോട്ട വീശി അടിക്കൊന്നും വേണ്ട. നമ്മളെ രീതിക്ക് നമുക്കത് മുറിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പരത്തിയിട്ട് ഞാനങ്ങനെ ചെയ്തു. ഓരോ പൊറോട്ടക്ക് കണക്കായിട്ടുള്ള ബോൾ പോലെ മുറിച്ചെടുത്തിട്ട് നീളത്തിൽ പരത്തിയിട്ട് അതിൻ്റെ മേലെ ഒത്തിരി പൊടി വെതറുന്ന എന്തിനാന്ന് എനിക്കറിയില്ല. ഉപ്പ പണ്ടുണ്ടാക്കുമ്പോൾ ഞാൻ നോക്കിയിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ പരത്തിയതിന് ശേഷം ഓരോക്കെ പരത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ വട്ടത്തിലല്ലേ, എന്നിട്ട് നടുക്ക് മുറിച്ചിട്ട് എടുക്കല്ലേ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പൊടി വെതറുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാനങ്ങ് വെതറിയതാണ്. എന്നിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് പിന്നെ ഇങ്ങനെ അതെടുത്തിട്ട് പരത്തുക ചെയ്യുന്നത്. ഞാൻ വീഡിയോ കാണിച്ചു തന്ന പോലെ. അത് യൂട്യൂബിലുണ്ട് വീഡിയോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പിയാണ് പറഞ്ഞത്. പിന്നെ ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ശരിക്കും പൊറാട്ടയായി. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് പൊറാട്ടയായി. നല്ല സോഫ്റ്റ്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല സോഫ്റ്റുമാണ്. പൊറാട്ടേൻ്റെ ടേസ്റ്റും വന്നിക്ക്. അപ്പോൾ ഇനി നമുക്ക് മീൻകറിയൊക്കെ കൂട്ടിയിട്ടൊന്ന് അടിക്കുക. അന്നു നേരത്തെ ചുട്ടപ്പോൾ തന്നെ അവനെ എടുത്തിട്ട് പോയി. ഫസ്റ്റത്തെ പൊറാട്ട ലേശം ഫ്ലോപ്പായി പോയി. ആദ്യം ചുട്ടത് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചെന്ന് ആദ്യം ചുട്ടത് ആ ഓട്ടമുള്ള പൊറാട്ട. പിന്നെ ബാക്കിയൊക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. നല്ല പൊറാട്ട ഉണ്ട്. അപ്പോൾ അതിനുണ്ട് അവിടെ കൊണ്ടുപോയി എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ നമുക്കും കൂടി കഴിച്ചിട്ട് വരാം. അനിയനക്ക് തിന്നാൻ കൊടുക്കുന്ന ഇക്കാക്കട്ടോ. എങ്ങനെയാ അനിയൻ കാക്കേ തട്ടല്ലോ. അതിനു തിന്നാൻ കൊടുക്കാട്ടോ. അപ്പൊ ഭയങ്കര ടാസ്കാ തിന്നാൻ കൊടുക്കാൻ. എന്തുണ്ടോ അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ.